UGCയുടെ സോഷ്യോളജി നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ചോദ്യപേപ്പർ പ്രചരിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ഫെമിന ചേരുന്നുണ്ട്. ഫെമിന, എന്നാണ് ഈ പരീക്ഷ നടന്നത്? ചോദ്യപേപ്പർ ചോർന്നു, അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഈ PDF പ്രചരിക്കുന്നുണ്ട്. എന്താണ് NTA പറയുന്നത്, പരീക്ഷാർത്ഥികൾ പറയുന്നത്? ഈ ജൂൺ 20 നടന്ന UGC നെറ്റ് സോഷ്യോളജി പരീക്ഷാ പേപ്പർ ചോർന്നു എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ കൂടി PDF ആയിട്ട് ഈ ചോദ്യപേപ്പർ പ്രചരിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. പരീക്ഷയ്ക്ക് മുൻപായിട്ട് ഇത്തരത്തിൽ വിവിധ സൈറ്റുകളിലൂടെ ഈ ചോദ്യപേപ്പർ ചോർന്നു എന്നൊരു ആരോപണമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. 2 ലക്ഷം രൂപയ്ക്ക് ഈ സൈറ്റ് പല വിദ്യാർത്ഥികൾക്കും ഈ ചോദ്യപേപ്പർ വിറ്റു എന്നൊരു ആരോപണവും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഈ ചോദ്യപേപ്പർ ഇത്തരത്തിലൊരു ചോർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് NTA ഭാഗത്ത് നിന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ജൂൺ 20 പരീക്ഷ കഴിഞ്ഞ് 6 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ സമൂഹ മാധ്യമങ്ങളിൽ വന്നത് എന്ന ഒരു പ്രതികരണമാണ് NTA ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പക്ഷേ PDF-ൽ ഈ വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഷെയർ ചെയ്ത ഡേറ്റും സമയവും നോക്കുമ്പോൾ അതിൽ നിന്നും വ്യക്തമാകുന്നത് ഈ പരീക്ഷ ജൂൺ 20 പരീക്ഷ നടക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദ്യപേപ്പറിൻ്റെ ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു PDF പ്രചരിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇതിനെ തുടർന്ന് വലിയ തരത്തിലുള്ളൊരു ആരോപണമാണ്. നേരത്തെ തന്നെ നീറ്റ് UG പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിരുന്നു. അതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള ഒരു വിമർശനമാണ് സർക്കാരിനെതിരെ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായത്. ഇപ്പോൾ ഇതാ UGC നെറ്റ് സോഷ്യോളജി പരീക്ഷയുടെ പേപ്പറും ചോർന്നിരിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. നേരത്തെ തന്നെ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ പരീക്ഷയിൽ വലിയ ഗുരുതരമായിട്ടുള്ള അക്ഷര തെറ്റുകളും പിഴവുകളും ഉണ്ടായതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള വിമർശനമായിരുന്നു ഉയർന്നിരുന്നത്. ഇപ്പോൾ നെറ്റ് UGC പരീക്ഷാ പേപ്പർ ചോർന്നു എന്ന ഒരു ആരോപണവും ഉയരുകയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വലിയ തരത്തിലുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. NTA ഭാഗത്ത് നിന്ന് ഈ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു എന്നതാണ് NTA ഭാഗത്ത് നിന്നുണ്ടാകുന്ന വിശദീകരണം. പക്ഷേ NTA ഇതുവരെ ആൻസർ കീ റിലീസ് ചെയ്തിട്ടില്ല. ആൻസർ കീ റിലീസ് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ ഓൺലൈനിലൂടെ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ അല്ലെങ്കിൽ ഒരു PDF എങ്ങനെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ശരി, ഫെമിനയാണ് വിവരങ്ങൾ നൽകിയത്.